ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു ഫിഷിന്റെ റെസിപ്പിയാണ്, ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു നാടൻ റെസിപ്പി കേട്ടോ. അപ്പൊ ചെമ്മീൻ നമ്മൾ ചെറിയ ചെമ്മീൻ വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. ഇപ്പൊ മുരിങ്ങക്കായ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ്, മാങ്ങ ഒരുപാട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങയും കൂടിയിട്ടുള്ള പണ്ടത്തെ കാലത്ത് പ്രിപ്പയർ ചെയ്യാറുള്ള ഒരു ഡിഷാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതേ രീതിയിൽ കേട്ടോ. ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും പ്രിപ്പയർ ചെയ്യാം. നാളെ പാല് പിഴിഞ്ഞിട്ടും അങ്ങനെ പല രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പലതും പല ടേസ്റ്റാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് തനി നാടൻ രീതിയിലുള്ള കറി. അപ്പൊ മത്സ്യ ഫിഷറീസിൽ നിന്ന് നമ്മുടെ ചെമ്മീൻ കൊണ്ടുവച്ചിട്ടുണ്ട്. 1 കിലോ ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ മത്സ്യ ഫിഷറീസ് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരും. അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നുമില്ല. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോൺ നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. നമ്മൾ സാധാരണ മീൻകറി വെക്കുന്നതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റും അതുപോലെ ഈ പഴയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ യൂട്യൂബിൽ വന്നിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ 1 കിലോ ചെമ്മീൻ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ വേണം നമുക്ക്. മുരിങ്ങക്കായ 3 മുരിങ്ങക്കായാണ് കേട്ടോ. ചൊല്ലി പീൽ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. നാളികേരം വേണം. നാളികേരം 1 കപ്പ് നിറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മാങ്ങ ഞാൻ 2 ചെറിയ പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. പിന്നെ അതുപോലെ നാടൻ രീതി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി. അതൊക്കെ നമുക്ക് അതിന്റെ സമയത്ത്, അതായത് പല രീതിയിൽ നമുക്ക് അത് എടുക്കണം. അത് ആ സമയത്ത് പറയാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളക് വേണം. പിന്നെ കടുകും ഉലുവയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അളവുകൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ നാളികേരം അരച്ചെടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, ചിലര് പാല് പിഴിഞ്ഞിട്ട് വെക്കും. പാല് പിഴിഞ്ഞ് വെക്കുമ്പോൾ വേറൊരു രുചിയാണ്. അപ്പൊ ഈ നാളികേരം അരച്ച് എടുക്കാൻ വേണ്ടി നമ്മൾ മിക്സിയുടെ ഒരു ചെറിയ കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായി അരിയുന്ന കപ്പ് തന്നെ നോക്കിയെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പൊ ഇതൊക്കെ നാളികേരം നന്നായി വെണ്ണ പോലെ അറിയാൻ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ പൊടികൾ ഇട്ട് അരച്ചാൽ പെട്ടെന്ന് അരിഞ്ഞു കിട്ടുന്ന അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഒരു പച്ചമുളക്, ഒരു 2-3 ഉള്ളി, ചെറിയ ഉള്ളി. ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഈ നാളികേരും ആ മസാലയും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ മാറിയിരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് പച്ചമുളക് എടുത്ത് വെച്ചത്, ഇഞ്ചി, ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക് ഒരു 4-5 എണ്ണമാണ് ഞാൻ അരിഞ്ഞിട്ട് പറഞ്ഞാൽ നമ്മൾ അരച്ചു നാളികേരത്തിന്റെ കൂടെ. പിന്നെ ഉള്ളി ഒരു 10-20 ഉള്ളി എടുക്കാം. അതില് 4 ഉള്ളി നമ്മൾ നാളികേരത്തിന്റെ കൂടെ അരച്ചു. ഇനി ബാക്കിയുള്ള ഉള്ളിയിൽ പകുതിയോളം നമുക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ 2 ചെറിയ മാങ്ങയാണ് നമ്മളിങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അരിഞ്ഞിട്ട് ഇതിട്ട് കൊടുക്കാം. കായ 3. ഇതില് മുളക് പൊടി 1 ടീസ്പൂൺ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീന് വേവ് എന്തായാലും കുറവേ ഉള്ളൂ. അപ്പൊ അതിന്റെ കൂടെ ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർഡായി പോവും. അതുകൊണ്ടാണ്
ഇതൊന്ന് ഒരു പകുതിയിലും കൂടുതലൊന്ന് വെന്തതിന് ശേഷം മാത്രം നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്യണുള്ളൂ. ഇതിലേക്ക് സ്വല്പം ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു കറി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണ് കേട്ടോ. അതായത് പണ്ടേ മുതൽ അറിയാം ചെമ്മീനും മുരിങ്ങക്കായും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെ, ഒരു വളരെ സ്നേഹബന്ധമാണ്, വളരെ ടേസ്റ്റാണ് ഈ ഒരു കോമ്പിനേഷൻ. അപ്പൊ മുരിങ്ങക്കായ കിട്ടുന്ന സീസൺ ആയതുകൊണ്ട് കുറച്ച് ചെമ്മീനും കൂടി മേടിച്ച് നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ ഇതേ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെമ്മീനിന്റെ കൂടെ ആദ്യം തന്നെ ഇടരുത്. അത് മാത്രമാണ് പണ്ടത്തെ അമ്മച്ചിമാര്, ഞാൻ അങ്ങനെ എന്താ പറയാ, അത് കുറ്റമായിട്ട് പറയുന്നതല്ല, അന്നെല്ലാവരും അത് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ചെമ്മീൻ വരുമ്പോ ഹാർഡായി വരുന്ന ഒരു ഇതാണ്. അപ്പൊ അത് മാത്രമാണ് ഞാൻ ചെറിയൊരു മാറ്റം ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഇത് മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാം കേട്ടോ. മുരിങ്ങക്കായും മാങ്ങയും കൂടിയിട്ട് ഒരു 3/4 ഭാഗമൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 6-7 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കാണ് കേട്ടോ. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് കഴുകി ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയും കൂടി ആക്കാം കേട്ടോ. ഇതില് ഗ്രേവി ഇപ്പൊ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ ഒന്ന് തിളച്ച് വന്നു തുടങ്ങിയിട്ട് കേട്ടോ. ഈ സൈഡിൽ നിന്നൊക്കെ ഒന്ന് തിളച്ച് വന്നു തുടങ്ങിയിട്ട് ഈ സമയത്ത് നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്യാം. ചെമ്മീൻ ഇട്ടതിന് ശേഷം തിളച്ച് വന്നതിന് ശേഷം ഒരു 4 മിനിറ്റ്, അത്രയാണ് കേട്ടോ ചെമ്മീൻ്റെ വേവ്. ഈ കറിക്ക് ചെറിയ ചെമ്മീനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ചെറിയ ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് ഇതിൽ നന്നായി കുറവുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഉപ്പിടുന്നുണ്ട്. ചെമ്മീനിൽ നേരത്തെ ഇത്തിരി ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഇടാൻ വെച്ചിട്ടാണ് പിന്നെ ഇടാണ്ടിരുന്നത്. ഇപ്പൊ നോക്കിയപ്പോൾ ഗ്രേവി ഇത്തിരി ഉപ്പ് കുറവാണ്. അപ്പൊ ആവശ്യത്തിന് നോക്കിയിട്ട് ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യും. ഒരു 4 മിനിറ്റാണ് നമ്മൾ ചെമ്മീൻ ഇതിലിട്ടിട്ട് വേവിച്ചിട്ടുള്ളത് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ചെമ്മീൻ നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. കാച്ചിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് അരിഞ്ഞു വെക്കാം കേട്ടോ. ഇനി കാച്ചിടാൻ വേണ്ടി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഈ സമയത്ത് മാത്രമാണ് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂൺ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുമിച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില, നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഒരു 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതുകൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിയും ഇതെല്ലാം കൂടിയിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.